ആ പൈസ എടുത്ത് അവർ നിത്യോപയോഗ സാധനമായ ഈ സാധനം വാങ്ങി. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. MVD ഉദ്യോഗസ്ഥൻ, ഞാൻ ജനങ്ങളായ നമ്മൾ സർക്കാരിലേക്ക് ഫീസ് അടച്ചിട്ട് നമുക്ക് കിട്ടേണ്ട സാധനം തരാതെ, അതായത് RC ബുക്ക്, ലൈസൻസ് എന്നിവ തരാൻ കൃത്യമായിട്ട് ചട്ടമുണ്ട്. ഈ ചട്ടം പാലിക്കാതെ ഇവർ അത് ആ പൈസ എടുത്ത് അവർ നിത്യോപയോഗ സാധനമായ ഈ സാധനം വാങ്ങി. നോക്കിക്കോ, ഇതാണ് അവർ വാങ്ങിയ സാധനം. എന്നിട്ട് അവരെന്ത് ചെയ്തു? മാസാമാസം കൃത്യമായി ശമ്പളം മേടിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്കത് പോരാ. അവർക്ക് കൈക്കൂലി കിട്ടിയ പണം വെച്ച് മാത്രമേ ഈ സാധനങ്ങൾ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് കൊണ്ടാണ്. എന്നിട്ട് ആ മേടിച്ചതിനാണ് അവർ ഇന്ന് RTO ഓഫീസിൽ വിജിലൻസ് അടക്കം വന്ന് പരിശോധന നടക്കുന്നു. ഉദ്യോഗസ്ഥൻ്റെ വീടുകളിൽ പരിശോധന നടക്കുന്നു. ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഈ വിജിലൻസ് സംവിധാനം ജനങ്ങളെ ചൂഷണം ചെയ്യാനും ജനങ്ങളെ കൊള്ളയടിക്കാനും ജനങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് വെച്ച് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സേവനം തരാത്തതിന് അത് വെച്ച് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നേ. ഇതേപോലെ കൃത്യമായി വിജിലൻസ് നടപടികൾ എടുക്കും. ആ എടുത്ത നടപടികളാണ് ഇപ്പം നിങ്ങളവിടെ കണ്ടത്. എറണാകുളം കാക്കനാട് പ്രധാന സിവിൽ സ്റ്റേഷനിലുള്ള കാക്കനാട് RTO ഓഫീസിൽ കൈക്കൂലി മേടിച്ചു, അല്ലെങ്കിൽ മേടിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെട്ടതിനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെ അവിടെ പിടിച്ചു വെക്കുകയും അദ്ദേഹത്തിൻ്റെ വീടുകളിൽ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ഈ പറഞ്ഞ പണി. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കെതിരെ. ഞാൻ ഫീസ് അടയ്ക്കാൻ വെച്ചാൽ എൻ്റെ സേവനം കിട്ടേണ്ട ഫീസ് നിങ്ങൾ ഫീസ് അടച്ചിട്ട് എനിക്ക് സേവനം തന്നോ? ഇല്ല. ചോദിച്ചു ചെന്ന് എൻ്റെ അവസ്ഥ എന്താ? എന്നെ കള്ളക്കേസിൽ പിടിച്ച് ജയിലിനകത്തോട്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു ഇല്ലേ? എന്നെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയത് 5-7 കോടി രൂപ ഇല്ലേ? ഞാൻ മറന്നിട്ടില്ല, നിങ്ങൾ മറന്നു കാണും ചിലപ്പോൾ. ഞാൻ മറക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേട്ട തുടങ്ങി, തടുക്കാമെങ്കിൽ തടുത്തോ എന്ന് ഞാൻ പറഞ്ഞതും വെറുതെ ഒന്നുമല്ല. എന്തായാലും ഞാൻ ജനങ്ങളടച്ച സേവനം വെച്ചുകൊണ്ട് ഇമാതിരി സാധനങ്ങളൊക്കെ മേടിച്ചാൽ നിങ്ങളുടെ ചങ്കുറപ്പ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇവിടെയും തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിത്യോപയോഗ സാധനമായ ഈ വക സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അത് ജനങ്ങൾ സേവനത്തിനടക്കുന്ന തുക വെച്ചിട്ടാവരുത്, അധ്വാനിച്ച പണം കൊണ്ടാവണം. അല്ലെങ്കിൽ ആകെ ഇതേപോലെ പ്രശ്നങ്ങളാകും എന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.